നെറ്റ് കിട്ടി അപ്പച്ചൻ. അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിത് പറയുന്നത്. നെറ്റ് കിട്ടി അപ്പച്ചൻ. അപ്പൊ ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. ഒരാള് ഒരു ഭാഗം നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയ ആണെങ്കിലും അവർ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ഈ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാവശ്യമില്ലാത്ത മഹാത്മാഗാന്ധിനെയൊക്കെ കൊണ്ടുവന്ന് ഈ IITസിൻ്റെ നെയിമൊക്കെ നമുക്ക് പഠിക്കാനല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ തമാശയുള്ള കോഡുകളൊക്കെ വെച്ച്, കാരണം അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. നാട്ടിൽ ഞാനിങ്ങനെ നെറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നീറ്റൊക്കെ കിട്ടിയോ? അപ്പോൾ ഞാൻ നീറ്റൊക്കെ കിട്ടി. ഞാൻ പിന്നെ തിരുത്താൻ പോയില്ല. കാരണം തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളൊരു 10-15 മിനിറ്റ് എടുക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ടും അവസാനം എന്നിട്ടും ചോദിച്ചു അപ്പൊ ഇനിയിപ്പോൾ ഏത് കോളേജിലാണ് പോണേ പഠിപ്പിക്കാൻ? അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയി എന്ന് പറയുമ്പോൾ ഏത് കോളേജൊക്കെയാണ് കിട്ടിയത്? അങ്ങനെയായി പിന്നെ ടോക്ക്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഉണ്ണിമായയാണ്. ശരിക്ക് വെറും ഉണ്ണിമായ അല്ലല്ലേ, ഉണ്ണിമായ 2 ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഓഫ്ലൈൻ ക്ലാസ്സിൽ ശരിക്കും 3 ഉണ്ണിമായമാരുണ്ടായിരുന്നു. ഉണ്ണിമായ എന്ന പേര് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിക്കോ. കാര്യം 3 പേരിൽ 2 പേരും, അതായത് 66% ആൾക്കാർ നെറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ട്. സാധാരണ 6% ആവുമ്പോൾ 10x ഓഡ്സ് ഉണ്ടല്ലോ പാസ്സാവാൻ. അപ്പം നല്ല പേരിട്ടതാണ് കാര്യം എന്ന് കോമഡി ആയിപ്പോയല്ലേ തുടങ്ങി വന്നപ്പോൾ. ഓൺ എ സീരിയസ് നോട്ട്, എങ്ങനെയാ ഉണ്ണിമായ ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനിലേക്ക് എത്തിയത്? ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. പക്ഷെ ഞാൻ പഠിച്ചെഴുതുന്ന ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അതായത് ഇതിനു മുമ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത എക്സാം എഴുതി. അപ്പോൾ എന്താ എക്സാം, എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നൊക്കെ അറിയാൻ വേണ്ടി PGക്ക് പഠിക്കുമ്പോൾ പോയി എഴുതി. അപ്പോൾ അത് എഴുതി വന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ട്, ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ PG കഴിയാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ PGക്ക് ഉണ്ടായിരുന്ന ഒരു മിസ്സ് പറഞ്ഞു, നെറ്റാണ് താല്പര്യം, ടീച്ചിങ്ങിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സമയം കളയേണ്ട, എത്രയും പെട്ടെന്നൊരു കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ MCOM കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും കാലം പഠിക്കായിരുന്നല്ലോ എന്ന് വെച്ച് കുറച്ച് നാൾ ബ്രേക്ക് എടുക്കാം, എന്നിട്ട് കോച്ചിങ്ങിനൊക്കെ പോകാമെന്ന് വെച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാൻ വെറുതെ സമയം കളയുന്നതാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ ഇങ്ങനെ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നതാണ് I+ൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കോച്ചിങ് പ്രോപ്പറായിട്ടൊരു ഓഫ്ലൈൻ കോച്ചിങ് എടുക്കാം എന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങനെ I+ ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ ഇവിടെ എത്തുക ചെയ്തത്. ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് ആ ഒരു ഡിസിഷൻ അത് കറക്റ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനിയും JRFിലേക്കും കൂടി എത്തണം, അപ്പോഴാണ് ആ ജേർണി കംപ്ലീറ്റ് ആവുന്നത്. കാര്യം ഗവൺമെന്റ് ചെലവിൽ, സർക്കാർ ചെലവിൽ പഠിച്ച് 10-25 ലക്ഷം രൂപ കിട്ടി PhD ആണെങ്കിൽ നഷ്ടമൊന്നുമില്ലല്ലോ. ഈ ഒരു സന്തോഷം വീട്ടിൽ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അതായത് വീട്ടിൽ ഇതുപോലെ ഞാൻ വീട്ടിലിങ്ങനെ ഇന്നത് പഠിക്കണം അങ്ങനെ ഒരു അധികം അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. എന്താണ് ഇഷ്ടം അത് പഠിക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ PG കഴിഞ്ഞു. അപ്പോൾ ഞാൻ PG കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോച്ചിങ് ഉണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് എന്താ നെറ്റ് അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ റിസൾട്ട് ഇപ്പോൾ ഞാൻ നെറ്റിൻ്റെ കോച്ചിങ്ങിന് വന്നു. അപ്പോൾ ഇവർ ഫിനാൻഷ്യലി ഭയങ്കര സപ്പോർട്ടാണ്, എന്ത് വേണേലും ചെയ്തുതരും. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് നെറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു നെറ്റ് കിട്ടി അപ്പച്ചൻ. അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിത് പറയുന്നത്. നെറ്റ് കിട്ടി അപ്പച്ചൻ. അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയാത്തതുകൊണ്ടാണോ ഇതാണോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇത് വെച്ച് നമുക്ക് PhDക്ക് ചെയ്യാം, JRFും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് സ്റ്റൈഫൻഡായി കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ ഇവർക്ക് അത് മനസ്സിലാവും. എന്നാലും ഇവരിത് എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് അതിൻ്റെ ഒരു അത്ര ഒരു സന്തോഷം എനിക്ക് പുറത്തുനിന്ന്. ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷയെ പറ്റിയൊക്കെ അറിയുന്നത് ഒരു പ്രത്യേക ഓഡിയൻസ് മാത്രം, നീഷ് ഓഡിയൻസ് ആണെന്ന് എനിക്കും എപ്പോഴും തോന്നാറുണ്ട്. നാട്ടിലും പറഞ്ഞപ്പോ നെറ്റ് കിട്ടി, നാട്ടിൽ ഞാനിങ്ങനെ നെറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നീറ്റൊക്കെ കിട്ടിയോ? അപ്പൊ ഞാൻ നീറ്റൊക്കെ കിട്ടി. ഞാൻ പിന്നെ തിരുത്താൻ പോയില്ല. കാരണം തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളൊരു 10-15 മിനിറ്റ് എടുക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ടും അവസാനം എന്നിട്ടും ചോദിച്ചു അപ്പൊ ഇനിയിപ്പോ ഏത് കോളേജിലാണ് പോണേ പഠിപ്പിക്കാൻ? അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയി എന്ന് പറയുമ്പോൾ ഏത് കോളേജൊക്കെയാണ് കിട്ടിയത്? അങ്ങനെയായി പിന്നെ ടോക്ക്. അപ്പൊ ഞാൻ നീറ്റ് കിട്ടി, ശരി എന്നാ നിർത്തി. ആദ്യമായിട്ടാട്ടോ ഞാൻ ഇത്രയൊരു ഒരാളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു വിന്നറെ കാണുന്നത്. കാര്യം ആ ഒരു ആസ്പെക്ട് ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറില്ലല്ലോ. ഇന്നവിന് വരും നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഇത് ഉണ്ണിമായ മുമ്പ് ഒരു ക്ലൂ തന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത് തന്നെ. ഈ പഠനത്തില് നമ്മുടെ ഇവിടെ വന്നു കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു I+ന്റെ. ഇതില് ഗ്രൂപ്പ് സ്റ്റഡികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ ഇടയ്ക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ കഥയൊക്കെയാണോ ഇതിൻ്റെ ഇടയിൽ പറയുന്നതെന്ന്. പഠിച്ചതിൽ പകുതി കൂടുതൽ ആൾക്കാർക്ക് നെറ്റും
ഒരു 75% ആൾക്കാരും PhD ഓൺലി എങ്കിലും ക്വാളിഫൈ ചെയ്തപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സമാധാനമായത്. എന്തായിരുന്നു നിങ്ങളുടെ ആഫ്റ്റർനൂൺ പരിപാടികൾ? അതെങ്ങനെ ഹെൽപ്പ് ചെയ്തു? അതായത് ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായി ഹോസ്റ്റലിൽ നിൽക്കണം. കാരണം വീട്ടിൽ നിന്നിട്ട് നമ്മൾ എത്രത്തോളം അതിനൊരു 100% എഫേർട്ട് ഇടുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ വന്നു. ഞാൻ സെലക്ട് ചെയ്ത റൂമിൽ എൻ്റെ കൂടെയുള്ള 2 പേരും സെയിം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലാണല്ലോ, നമുക്കൊരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി എന്നുള്ള ഇതാണെങ്കിലും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 5 മണി വരെ പ്രോപ്പറായിട്ടിരുന്ന് പഠിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം അങ്ങനെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു ഭാഗം നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയ ആണെങ്കിലും അവർ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ഈ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാവശ്യമില്ലാത്ത മഹാത്മാഗാന്ധിനെയൊക്കെ കൊണ്ടുവന്ന് ഈ IITസിൻ്റെ നെയിമൊക്കെ നമുക്ക് പഠിക്കാനല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ തമാശയുള്ള കോഡുകളൊക്കെ വെച്ച്, കാരണം അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ മാത്സ് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് ഇഷ്ടപ്പെടാൻ എന്തായാലും ഈ കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഞാൻ മാത്സ് ഡെയിലി ചെയ്ത് പഠിച്ചിട്ട് ബാക്കി എല്ലാവർക്കും മാത്സ് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ അത് എഫേർട്ട് എടുത്ത് ഞാൻ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി തന്നു. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു എല്ലാവർക്കും തോന്നും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ ഞങ്ങൾ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലും. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ആ ഒരു രീതിയിൽ പഠിച്ചെടുത്ത് വിജയത്തിലേക്ക് വന്നതിലും മാത്സ് ഒക്കെ പ്രത്യേകിച്ച് എഫേർട്ട് എടുത്തതിലും വളരെ സന്തോഷം. ആ മാത്സ് ഒക്കെ പഠിച്ചെടുത്തു എന്ന് കേൾക്കുന്നതിൽ. വന്നപ്പോൾ മാത്സ് പേടിയുള്ള ഒരാളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പ്രത്യേകിച്ച് കണക്കിൻ്റെ ടോപ്പിക്കുകൾ ഞാൻ തന്നെയാണല്ലോ നിങ്ങളെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത്തവണ എത്ര ശരിയാക്കി? 5 ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്ത് ശരിയാക്കിയത് 4 എണ്ണം ശരിയാക്കി. ഒരെണ്ണം ഞാൻ പരമാവധി ട്രൈ ചെയ്തു, പക്ഷെ തെറ്റിപ്പോയി. എനിക്ക് ആൻസർ കറക്റ്റാ കിട്ടിയത്, പക്ഷെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തു വന്നപ്പോ എനിക്ക് കിട്ടിയ ആൻസർ അതിലുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ അതായിരിക്കും കറക്റ്റ് എന്ന്, പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. DA എന്റെ 4 എണ്ണം ശരിയായി. അത് നല്ല സ്കോറാ. പേടിയായിട്ട് വന്ന ആദ്യം തുടക്കത്തിലെ ഒരു 10ൽ 2-3 എണ്ണം ശരിയാവുന്നതിൽ നിന്ന് 8 out of 10 എത്തിയില്ല. എക്സലന്റ്. ഇനിയും JRFന് വേണ്ടി തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്ത് മാറ്റങ്ങൾ വരുത്തും പഠനത്തില്? ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ PYQs എടുക്കുമ്പോൾ ടെസ്റ്റ് എടുക്കാൻ നമുക്കിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ മിസ്സുമാർ പറയും ഇങ്ങനെ ഇത്ര ടെസ്റ്റ് എടുത്തിട്ട് വരണം. അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ അനാലിസിസ് ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ വായിച്ച് നോക്കി അനാലിസിസ് ചെയ്യാറാ പതിവ്. ഞാൻ അധികം അങ്ങനെ എഴുതി അനാലിസിസ് ചെയ്യൽ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എഴുതുന്നത് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി. പിന്നെ എനിക്ക് ICT അതുപോലെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസാണ്. കാരണം എനിക്ക് കെമിക്കൽ നെയിംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ കൊമേഴ്സിലായാലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടല്ലോ. അപ്പോൾ കൊമേഴ്സിൽ ഞാൻ അധികം പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യാതെ കൂടുതലും തിയറിയാണ് ഫോക്കസ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇനിയുള്ള സമയം പ്രോബ്ലംസും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മാറ്റങ്ങളൂടി വരുത്താൻ പറ്റട്ടെ. അപ്പോൾ ഈ ചെയ്ത ഗുഡ് പ്രാക്ടീസസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ ഈ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഉണ്ണിമായയുടെ കുറേ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു, എന്ത് തിരുത്താനുണ്ടെന്നുള്ളതും ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും അതൊക്കെ ഇനിയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇന്ന് നമ്മളോടൊപ്പം വന്നതിന് സ്പെഷ്യലായിട്ടൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച്.